ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഞങ്ങളുടെ ഓണം ഇപ്പോഴാണ് ആരംഭിക്കുന്നത്. ഇന്ന് ദേവാലയത്തിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. രാവിലെ എല്ലാവർക്കും ഓണാശംസകളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. രാവിലെ ദേവാലയത്തിൽ പോയി, അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ സാധിക്കാഞ്ഞത്. അപ്പം തിരിച്ചു വന്നു. അപ്പം ഓണസദ്യയൊന്നുമില്ല. വന്നതിന് ശേഷം ഞങ്ങൾ പുട്ടും പഴവും കഴിച്ചു. ഇനിയിപ്പം ഒരു ബിരിയാണിയും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നത്തെ പോലെയൊക്കെ തന്നെ എല്ലാവർക്കും ഒരു താല്പര്യം ഇന്ന് ബിരിയാണിയോടാണ്. അപ്പോൾ പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഉണ്ടാക്കാം, അത്രേ ഉള്ളൂ. സദ്യ ഒരുക്കുമ്പോൾ ഒരുപാട് കറികളൊക്കെ വേണ്ടേ, അതിനൊന്നുള്ള ടൈമില്ല. ഇപ്പം തന്നെ സമയം ഏകദേശം ഒരു 11:30 ആയി. ഇനിയും ചോറും കറികളും ഒക്കെ വെച്ച് വരുമ്പോൾ സമയം പോകും. അതുകൊണ്ട് ഒരു ബിരിയാണിയും ചിക്കൻ കറിയും വെക്കാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, ഇത് ചിപ്സാണ്. ഞങ്ങളുടെ ദേവാലയത്തിൽ നിന്ന് യുവജനങ്ങൾ ചിപ്സ് മേളയുണ്ടായിരുന്നു. അപ്പം ചിപ്സ് വാങ്ങിച്ചത് നല്ല സോഫ്റ്റ് ചിപ്സാണ്. അപ്പോൾ സമയം കളയുന്നില്ല, ബിരിയാണി വെച്ചേക്കാം. ഞാൻ ബിരിയാണി എന്ന് വെച്ചാൽ പെട്ടെന്ന് വയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ്. റൈസ് കഴുകി കുക്കറിൽ വെച്ചിട്ട് പെട്ടെന്ന് അങ്ങ് വേവിച്ചെടുക്കുന്ന രീതിയാണ് ഞാൻ വെക്കുന്നത്. പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും. അപ്പോഴത്തേനും ചിക്കനും പൊടികളെല്ലാം തിരുമ്മി ഒന്ന് വേവിച്ചിട്ടാണ് ഞാൻ വറക്കുന്നത്. അപ്പോൾ എനിക്ക് ചേട്ടായി സവോളയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി തന്നു. ചിക്കൻ വറക്കാനിട്ടു, ബിരിയാണി റൈസ് വെന്തു. ഇനി അതെല്ലാം യോജിപ്പിച്ച് സെറ്റാക്കി എടുക്കണം. ചിക്കൻ ചെറിയ പീസാക്കി ഞാൻ ബിരിയാണിക്കകത്തിട്ട് ഇളക്കും. അങ്ങനെ എനിക്ക് അവസാനം ഫൈനലി ബിരിയാണി റെഡിയായി, ചിക്കൻ കറിയും റെഡിയായി. പിന്നെ ഞാനൊരു പായസം വെച്ചു, സേമിയ പായസം, അത് റെഡിയായി. അപ്പോൾ സമയം ഏകദേശം ഒരു 2 മണിയായി. ഇനി ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. എവർക്കും ഓണാശംസകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും.